ഹലോ ഫ്രണ്ട്സ്, ഹായ് കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ആപ്പിൾ പൈ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇത് നേര് ചൂടിലോ ഇതിൻ്റെ കൂടെ ഒരു വനില ഐസ്ക്രീം ഇട്ടിട്ടോ അല്ലെങ്കിൽ അത് ഒറ്റയ്ക്കാണെങ്കിലും കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഏറ്റവും ആദ്യം കുറച്ച് കാര്യങ്ങൾ അരിച്ചെടുക്കാനുണ്ട്. അതിനായിട്ട് ഏറ്റവും ആദ്യം നമുക്ക് 230 ഗ്രാം മൈദ ചേർത്ത് കൊടുക്കാം. 2 പിഞ്ച് ബേക്കിംഗ് പൗഡർ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനെ ഒന്ന് അരിച്ചെടുക്കണം. നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 10 ഗ്രാം പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 120 ഗ്രാം നല്ല തണുത്ത അൺസോൾട്ടഡ് ബട്ടർ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പ്രിപ്പറേഷനിൽ നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറല്ല ഉപയോഗിക്കേണ്ടത്. നല്ല ഫ്രിഡ്ജിൽ നിന്നും എടുത്ത ഉടനെയുള്ള വേണമെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിടുന്നതായിരിക്കും കുറച്ചും കൂടെ നമുക്ക് കുഴച്ചെടുക്കാനൊക്കെ നല്ലത്. ഓക്കെ, ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ പുട്ടിനൊക്കെ മിക്സ് ചെയ്യുന്ന പോലെ ആ ഒരു രീതിയിലാണ് നമ്മളിതിനെ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതിനെ നല്ല തണുത്ത വെള്ളം കുറേശ്ശെ ഒഴിച്ച് ഇതിനെ നല്ലൊരു ഡോ ആക്കി കുഴച്ചെടുക്കണം. അപ്പോൾ എപ്പോഴും പൈ ക്രസ്റ്റ് ചെയ്യുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ യൂസ് ചെയ്യുന്ന ബട്ടർ ആണെങ്കിലും വെള്ളമാണെങ്കിലും ഒക്കെ നല്ല ഐസ് കോൾഡ് ആയിരിക്കുമ്പോഴാണ് ഏറ്റവും നന്നായിട്ടിരിക്കുക. അപ്പോൾ വെള്ളത്തിന് പ്രത്യേക ഒരു കണക്കൊന്നും ഞാൻ പറയുന്നില്ല. ഏകദേശം ഞാനൊരു 5 ടീസ്പൂണോളം ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ ഒഴിക്കുമ്പോഴും അത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നല്ല സോഫ്റ്റ് ഡോ ആവണ വരെ മിക്സ് ചെയ്തെടുക്കുക. ഒരുപാടൊന്നും വേണ്ടി വരില്ല. മാക്സിമം ഒരു 5 ടീസ്പൂണൊക്കെ മതിയാവും. ഈ ഒരു മാവിനെ 2 ആക്കി ഡിവൈഡ് ചെയ്തിട്ട് ഇതുപോലെ ഫ്ലാറ്റ് ആക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിനെ ഒരു ക്ലിംഗ് റാപ്പ് അല്ലെങ്കിൽ ക്ലിംഗ് ഫിലിം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റാപ്പ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്കിതിനെ ഫ്രിഡ്ജിലാണ്, ഫ്രീസറിലല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂറെങ്കിലും സെറ്റ് ചെയ്യാനാക്കി വെക്കണം. മറ്റേ പകുതി ഡോവും ഇതുപോലെ തന്നെ റാപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ അരമണിക്കൂർ സെറ്റ് ചെയ്യാനാക്കി വെക്കണം. ആപ്പിൾ പൈ ഫില്ലിംഗ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാനിലോട്ട് 4 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടറും 1.5 ടേബിൾ സ്പൂൺ മൈദയും ചേർത്ത് കൊടുത്ത് ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. 2.5 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിനെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ചേർത്തിട്ടുള്ള പഞ്ചസാരയെല്ലാം മെൽറ്റായി കിട്ടണം. ഇതുപോലെ ചെറിയൊരു കുറുക്ക് പോലെ ആയിരിക്കണം. ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഈ ഒരു കുറുക്ക് പോലെ ഇല്ല, കുറച്ച് കൂടുതൽ കട്ടി തോന്നുവാണെങ്കിൽ ഇതിലോട്ട് 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുവാണെങ്കിൽ ഇതേപോലെ നല്ല കറക്റ്റ് കുറുക്ക് പോലെ കിട്ടും. മാക്സിമം ഒരു 4 മിനിറ്റ് അല്ലെങ്കിൽ 4.5 മിനിറ്റ് അതിനുള്ളിൽ തന്നെ ഇത് റെഡിയായി കിട്ടും. ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള പഞ്ചസാരയുടെ കളറൊന്നും ചേഞ്ച് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ലൊരു കാരമൽ ടേസ്റ്റാണ് ഇതിനുള്ളത്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇത് നല്ല വലിയ ആപ്പിളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് 1.5 വലിയ ആപ്പിളാണ് ഞാൻ എടുക്കുന്നത്. ഇത് മുഴുവൻ എടുക്കുന്നില്ല. 1.5 വലിയ ആപ്പിൾ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചതാണ് ഈ കാണുന്നത്. ഇപ്പം ഇതിന് നേരിയ ചൂടേ ഉള്ളൂ. അരിഞ്ഞു വെച്ചിട്ടുള്ള ആപ്പിൾ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. പട്ട പൊടിച്ചത്, അതായത് സിനമൺ പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആപ്പിൾ പൈ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ പൈ ഡിഷിൽ കുറച്ച് ബട്ടർ ഇട്ടിട്ട് ഗ്രീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാ ഭാഗത്തും. അപ്പോൾ പെട്ടെന്ന് നമുക്കിത് വിടിയിച്ചെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. 6 ഇഞ്ചിൻ്റെ പൈ ഡിഷാണ് ഞാൻ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ചെറിയൊരു പൈ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 6 ഇഞ്ചിൻ്റെ ഡിഷ് മതി. ഇതുപോലത്തെ ബോട്ടം ഇങ്ങനെ മൂവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ ബോട്ടം മൂവ് ചെയ്യാൻ പറ്റാത്ത പൈ ഡിഷാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇല്ലെങ്കിലും സാധാരണ ഒരു കേക്ക് ടിന്നാണെങ്കിലും ഇതുപോലെ കുറച്ച് ഹൈറ്റ് കുറഞ്ഞ, നല്ല വളരെ തിന്നായിട്ടുള്ള കുറച്ച് ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള കേക്ക് ടിൻ ഒരു 6 ഇഞ്ചിൻ്റെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പൈ ഡിഷുകൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം. അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് പുറത്ത് വെച്ചിട്ട് വേണം നമ്മളിത് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യത്തെ ഡിസ്ക് ഓപ്പൺ ചെയ്യാൻ പോവാണ്. അത് നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതിനെ പരത്തിയെടുക്കാം. ഇതിനെ പരത്തിയെടുക്കാനായിട്ട് കുറച്ചധികം മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ മാത്രമാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതിനെ പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഇതിനെ പരത്തിയെടുക്കുമ്പം നമ്മൾ ഉപയോഗിക്കുന്ന പൈ ഡിഷിനേലും
ഒരല്പം വലിപ്പം കൂട്ടി വേണം ഇതിനെ പരത്തിയെടുക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ തിക്നെസ് എന്ന് വെച്ചാൽ ഒരുപാട് കട്ടി വേണ്ട, എന്ന് തീരെ കട്ടി കുറയാനും പാടില്ല. ചപ്പാത്തി ഉണ്ടാക്കണേലും ഒരല്പം കൂടെ കട്ടി, ഈ ഒരു കട്ടിയിൽ വേണം ഇതിനെ പരത്തിയെടുക്കാനായിട്ട്. ഇതിനെ നമുക്കൊന്ന് എടുത്ത് പൈ ഡിഷിലോട്ട് വെച്ച് കൊടുക്കാം. പക്ഷെ എനിക്ക് ഈ ഒരു രീതിയിൽ റോളിംഗ് പിൻ വെച്ചിട്ട് ചെറുതായിട്ട് റോൾ ചെയ്തിട്ട് ഈ പൈ ഡിഷിലോട്ട് വെച്ച് കൊടുക്കണമെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പം ചെറുതായിട്ട് ഇതുപോലെ ക്രാക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഒരു കുഴപ്പമില്ല കേട്ടോ, ഇതിന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം എന്തായാലും നമ്മളിതിനെ ഷേപ്പ് ചെയ്തെടുക്കാൻ പോവാണ്. അതുപോലെ തന്നെ നമ്മളിതിനെ പരത്തുന്ന സമയത്തും ചെറിയ ക്രാക്കൊക്കെ വരുവാണെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് നമ്മുടെ കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കാരണം എന്തായാലും ഇതുപോലെ പൈ ഡിഷിലിട്ടിട്ട് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കാനുള്ള സംഭവമാണ്. ഇതിൻ്റെ സൈഡിൽ ഇങ്ങനത്തെ സിഗ്സാഗ് ഡിസൈൻ ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈഡ് നല്ല ഭംഗിയായിട്ടിരിക്കും. പക്ഷേ നിങ്ങൾക്ക് അതുപോലത്തെ ഡിസൈൻ ഇല്ല, പ്ലെയിൻ ടിന്നിലാണ് ചെയ്യണമെങ്കിൽ ആ ഡിസൈൻ വേണമെങ്കിൽ നമ്മുടെ കൈ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഈ ഒരു വീഡിയോയിൽ അത് കാണിക്കാൻ പറ്റുന്നില്ല, കാരണം എനിക്ക് ഓൾറെഡി ആ ഒരു ഡിസൈനുള്ള ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ. പക്ഷേ ആ ഡിസൈൻ ഇല്ലെങ്കിൽ പോലും ഇതിന് ടേസ്റ്റിനും ഒരു കുറവ് വരാൻ പോകുന്നില്ല, ലുക്കിനും ഒരു കുറവ് വരാൻ പോകുന്നില്ല. നല്ല ഭംഗി തന്നെയായിരിക്കും കേട്ടോ ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഇതിൻ്റെ എക്സസ്സായി വരുന്ന മാവുണ്ടെങ്കിൽ അതെടുത്തിട്ട് ഏതെങ്കിലും സൈഡിൽ കട്ടി കുറവ് തോന്നുവാണെങ്കിൽ അവിടെ നമുക്ക് ഇതുപോലെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഏകദേശം ഒരേ തിക്നെസ് ആകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ഒരു സമയത്ത് ഓവൻ 200 ഡിഗ്രി സെൽഷ്യസ് 10 മിനിറ്റെങ്കിലും പ്രീഹീറ്റ് ചെയ്യാനാക്കി വെക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആപ്പിൾ ഫില്ലിംഗ് ഇട്ട് കൊടുത്ത് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അടുത്ത ഡിസ്ക് എടുത്ത് ചെറുതായിട്ട് മൈദ ഇട്ട് ചെറുതായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം കുറച്ചും കൂടെ മൈദ ഇട്ട് കൊടുത്ത് നമ്മൾ നേരത്തെ പരത്തെടുത്തോളം തന്നെ പരത്തെടുക്കാം. ആദ്യം പരത്തിയതിനേലും ഒരല്പം കൂടി കട്ടി കുറച്ച് വേണം പരത്തെടുക്കാനായിട്ട്. പൈയുടെ ബോളിൽ വെക്കാനുള്ള ലാറ്റിസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പരത്തുന്നത്. ഒരു നൈഫ് ഉപയോഗിച്ച് ഇതുപോലെ 15 സ്ട്രിപ്സ്, ഈ ഒരു വീതിയിൽ 15 സ്ട്രിപ്സ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഏറ്റവും വലിയ സ്ട്രിപ്പ് എടുത്തിട്ട് ആപ്പിൾ പായുടെ നടുക്ക് ഭാഗത്ത് വെച്ചു കൊടുക്കാം. എക്സസ് ആയിട്ടുള്ള ഡോ നമുക്ക് ചെറുതായിട്ട് മുറിച്ച് മാറ്റി വെക്കാം. ഇത് ആദ്യമേ ചെയ്യണം എന്നൊന്നുമില്ല, ഏറ്റവും അവസാനം വേണമെങ്കിലും ഇതുപോലെ ചെയ്യാം. അങ്ങനെ ഞാൻ 5 സ്ട്രിപ്സ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള 2 സ്ട്രിപ്പ് എടുത്ത് ഇതുപോലെ വെക്കുക. അതിനുശേഷം നമ്മൾ അടുത്ത ഒരു സ്ട്രിപ്പ് ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ മടക്കിയിട്ടുണ്ടായിരുന്ന സ്ട്രിപ്പ് തിരിച്ച് നമുക്ക് മുകളിലോട്ട് വെച്ച് കൊടുക്കാം. വീണ്ടും ഇതിൻ്റെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള 2 സ്ട്രിപ്പ് മടക്കുക, വീണ്ടും ഒരു സ്ട്രിപ്പ് ഇതുപോലെ വെച്ച് കൊടുക്കുക, വീണ്ടും അത് തിരിച്ച് മടക്കി വെക്കുക. അപ്പോൾ ഇതുപോലെ മുകളിലോട്ടും താഴോട്ടും ഇതേ രീതിയിൽ ചെയ്ത് കൊടുക്കുക. എക്സസ് വന്നിട്ടുള്ള ഭാഗങ്ങളെല്ലാം ഇതുപോലെ ഒന്ന് ടക്കിൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലായിടത്തും ഈക്വലായിട്ട് ചെയ്യുക. അപ്പോൾ എല്ലാ ഭാഗത്തും ചെറുതായിട്ട് നമ്മുടെ പൈയുടെ ക്രസ്റ്റിന് ചെറിയൊരു തിക്നെസ് ഉണ്ടാവുകയും ചെയ്യും, കാണാനും കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ ഇതുപോലെ നമ്മൾ പരത്തിയതിന് ശേഷം കുറച്ച് ചെറുതായിട്ട് എക്സസ് ഇതുപോലെ കാണും, അതും കൂടെ നമുക്ക് എല്ലായിടത്തും പറ്റാവുന്ന സ്ഥലത്തൊക്കെ ഇതുപോലെ ഒട്ടിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഒന്നും നമ്മൾ വേസ്റ്റ് ചെയ്യാണ്ട് നല്ല കറക്റ്റാക്കി നമുക്ക് പൈ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ പൈ ക്രസ്റ്റിൻ്റെ എല്ലാ ഭാഗം തന്നെ ഓൾമോസ്റ്റ് ഒരു ഈക്വൽ തിക്നെസ്സിലാണ് ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാനിവിടെ പകുതി കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ പോലും ഇല്ല കേട്ടോ, അതിനേലും കുറവ് കുറച്ച് പഞ്ചസാര ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പം ഇത് ബേക്ക് ചെയ്ത് കഴിയുമ്പം നല്ലൊരു ഗോൾഡൻ കളർ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഇതിനെ ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഓവനിലോട്ട് ഒരു 15 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെക്കണം. ആ 15 മിനിറ്റ് ആയി കഴിയുമ്പം നമുക്കിതിന് ഒരു 170 ഡിഗ്രി സെൽഷ്യസിലോട്ട് കുറയ്ക്കണം. 170 ഡിഗ്രി സെൽഷ്യസ് ആക്കിയിട്ട് പിന്നെ ഒരു 20 മിനിറ്റ് മുതൽ 25 മിനിറ്റ് വരെ, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓവനിലോട്ട് നോക്കുക, ഇത് അത്യാവശ്യം ഗോൾഡൻ കളർ ആയോ എന്ന് നോക്കുക. ആയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ഓഫ് ചെയ്തിട്ട് പുറത്തോട്ട് കൂൾ ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം. അങ്ങനെ ഞാൻ വളരെ നന്നായിട്ട് ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്, നല്ല ഗോൾഡൻ കളറായിട്ട് എടുത്തിട്ടുണ്ട്, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇനി ഇതിനെ ഉടനെ തന്നെ മുറിച്ചെടുക്കരുത്. ഇതിന് ഈ ഒരു ടിന്നിൽ തന്നെ ഒരു 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ സമയം വരെയെങ്കിലും തണുക്കാനാക്കി മാറ്റി വെക്കണം. അങ്ങനെ ഏകദേശം 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വിടിക്കാൻ പറ്റുന്ന ഒരു ടിന്നാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ അങ്ങോട്ട് വിടിച്ചെടുത്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. ഇനിയിപ്പം അങ്ങനെയല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ടിന്നിൻ്റെ അകത്ത് വെച്ചിട്ട് തന്നെ നമുക്ക് മുറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം.
കണ്ടില്ലേ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതെന്ന്. വളരെ ടേസ്റ്റിയാണ്, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ആപ്പിൾ പൈ ആണ് ഇവിടെ റെഡി ആയിട്ടുള്ളത്. നിങ്ങൾ ഏതൊരു മുൻനിര ബേക്കറിയിൽ പോയിട്ട് കഴിക്കുന്ന ആപ്പിൾ പൈയുടെ ടേസ്റ്റ് എങ്ങനെയാണോ അതുപോലത്തെ ടേസ്റ്റ് തന്നെയാണ്, അല്ലെങ്കിൽ അതിനിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും ഇതിന്. അത്രയും വളരെ പ്രൊഫഷണൽ രുചി തോന്നുന്ന അങ്ങനത്തെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആപ്പിൾ പൈ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നത്, എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്യണം. അതോടൊപ്പമുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പം ഓൾ എന്നുള്ളൊരു ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.